ദൈവദശകത്തിൻ്റെ ഒരു വ്യാഖ്യാനമോ ഒന്നുമല്ല നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. വെറുതെ അതിൻ്റെ ഒരു ഫീൽ അതിലൊന്ന് ആ ഒരു ഫീൽ അനുഭവിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. ഒരു 3 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മളിതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് 2 ദൈവദശകം പോലെയുള്ള പ്രാർത്ഥനകൾ 2 കാര്യങ്ങളാണ് നമുക്ക് 2 രീതി അല്ലെങ്കിൽ 2 അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനാണ് അത് ശ്രമിക്കുന്നത്. ഒന്ന്, ഒരു അറിവിൻ്റെ ലോകത്തെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുക. ആ അറിവിൻ്റെ ലോകം സൃഷ്ടിക്കുമ്പോൾ അതിൽ വൈകാരികത ചോർന്നു പോകാതിരിക്കുക. നമ്മുടെ തത്വചിന്തകളെല്ലാം പലപ്പോഴും വെറും ബുദ്ധിപരമായി പോയതുകൊണ്ട് നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒരു അനുഭവം കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നാരായണ ഗുരു തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ പറയും, അരുളില്ല അതെങ്കിൽ അസ്ഥി തോൽ സിര നാറുന്ന ഒരുടമ്പു താനവൻ മരുവിൽ പ്രവഹിക്കുമമ്പു ആ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. അപ്പോൾ അരുളില്ലെങ്കിൽ, അല്ലെങ്കിൽ കരുണയില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ, ആ ഒരു ഹൃദയത്തിലൊരു നനവില്ലെങ്കിൽ എന്ത് ഉണ്ടായാലും ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് മജ്ജയും മാംസവും രക്തമൊക്കെയുള്ള നാറുന്ന ഒരു ശരീരം മാത്രമാണ്. മരുഭൂമിയിൽ ഉണ്ടെന്ന് തോന്നുന്ന കാനൽ ജലം പോലെയും ഫലവും ഗന്ധവുമില്ലാത്ത പുഷ്പം പോലെയും നിഷ്ഫലവുമാണ് അത്. ഇതുപോലെ തന്നെയാണ് വൈകാരികതയുടെ, ശുദ്ധമായ വൈകാരിക ഭാവത്തിൻ്റെ പശ്ചാത്തലമില്ലാത്ത അറിവുകൾ, അതുപോലെ തന്നെ അറിവില്ലാത്ത വൈകാരികതയും. അപ്പം അറിവിൻ്റെ പശ്ചാത്തലമില്ലാത്ത വൈകാരികതയും വൈകാരികതയുടെ പശ്ചാത്തലമില്ലാത്ത അറിവും ഒരുപോലെ മനുഷ്യനെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയതിൻ്റെ തെളിവുകളാണ് നമ്മുടെ ലോകത്തുണ്ടായിട്ടുള്ള പല മതങ്ങളും ദർശനങ്ങളുമൊക്കെ. അതൊക്കെ പലപ്പോഴും യുദ്ധങ്ങൾക്കും മനുഷ്യരെ ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ പലതാക്കി മുറിച്ചു മാറ്റുന്നതിന് കാരണമായി തീർന്നത്, ഒന്ന് നമ്മുടെ ഭക്തിയിൽ അറിവില്ലാതെ പോയി എന്നുള്ളതും, 2 അറിവിൽ ഭക്തിയില്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ വാദങ്ങൾ കൊണ്ടും തർക്കങ്ങൾ കൊണ്ടും മലീമസമായിരുന്ന ഒരു തത്വചിന്തയുടെ ലോകം നമുക്കുണ്ടായിരുന്നത് കൊണ്ടാണ് നാരായണ ഗുരു വാദിക്കാനും തർക്കിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമായിരിക്കണം ദർശനമുണ്ടാവേണ്ടതെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞത്. മറ്റൊരു ഭാഗത്ത് ഇത് അറിവിൻ്റെ ലോകം, നമ്മുടെ തത്വചിന്തയുടെ ലോകം. മറ്റൊരു ഭാഗത്ത് അറിവില്ലാതെ ഭക്തി അന്ധമായി പോയപ്പോഴാണ് ഞങ്ങളുടെ ഭക്തി നിങ്ങളുടെ ഭക്തി എന്നൊക്കെ പറയുന്ന രീതിയിൽ മനുഷ്യൻ പലതായി മുറിച്ചു മാറ്റുന്ന ഭക്തികൾ ഉണ്ടായത്. ഈ 2നെയും സമന്വയിപ്പിച്ച്, അറിവിനെയും ഭക്തിയെയും സമന്വയിപ്പിച്ച് ഒരു പുതിയ ഉണർവുണ്ടാക്കുന്ന ഒരു ധാരയ്ക്ക് തുടക്കം കൊടുത്തിട്ടുള്ള ഒരുപാട് മഹാത്മാക്കളുണ്ട്. അതിൽ നമ്മളുടെ മലയാളത്തിൽ ഏറ്റവും ശുദ്ധമായ ഭാഷയിൽ, ശുദ്ധമായ ഭാവത്തിൽ അറിവിനെയും ഭക്തിയെയും കോർത്തിണക്കിയിട്ടാണ് ഗുരു ദൈവദശകം എന്ന് പറയുന്ന പ്രാർത്ഥന നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. അതിലെ 4ാമത്തെ ശ്ലോകം മുതലാണ് ഇനി നമ്മൾ പറയുന്നത്. 3 ശ്ലോകം നമ്മൾ പറഞ്ഞു. ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കാവ്യാത്മകമായ ഒരു അവതരണത്തിലൂടെ ഒരു വലിയ അറിവിലേക്ക് ഗുരു നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതെ ഇങ്ങു ഞങ്ങളെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലതരത്തിലുള്ള അജ്ഞാനങ്ങൾക്ക് വശംവദരായി ദുഃഖം അനുഭവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ വെറുതെ കരഞ്ഞു വിളിച്ചതുകൊണ്ട് മാത്രം നമ്മളുടെ അജ്ഞാനം ഇല്ലാതെയാവില്ല. നമ്മളുടെ ഈ ദുഃഖത്തെ ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് അറിവിൻ്റെ ഒരു ഉണർവ് കൂടി ഉണ്ടാവണം. ഭാഗികമായി നമ്മൾ അറിയുന്ന കാര്യങ്ങളെ മുഴുവൻ വികസിപ്പിച്ച് സമഗ്രമായ ഒരു അറിവിലേക്ക് നമ്മൾ വികസിക്കേണ്ടതുണ്ട് എന്ന് ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ടാണ് ഗുരു അടുത്ത ശ്ലോകം എഴുതുന്നത്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. ഗുരുവിൻ്റെ എപ്പോഴും ഉദാഹരണമായിട്ട് എടുക്കുന്ന ഒന്നാണ് കടൽ. കാരണം ഗുരു ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് കടൽക്കരയിലൂടെ ആയിരിക്കണം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവണം. പലപ്പോഴും ഞാൻ
തിര വേറെയാണ്, കടൽ വേറെയാണ്, ആഴം വേറെയാണ് എന്ന് ധരിച്ചാണ് ജീവിക്കുന്നത്. അത് ആ തെറ്റിദ്ധാരണ മാറ്റി കടലും കടലിൽ ഉയർന്നു പൊന്തുന്ന തിരമാലകളും അതിൻ്റെ ആഴവുമെല്ലാം ജലം തന്നെയാണ്, ജലത്തിൽ നിന്ന് അന്യമല്ലാതെയാണ് ആഴവും കടലും തിരയും ഇരിക്കുന്നത് എന്ന ഒരറിവിലേക്ക് ഞാൻ ഉണരേണ്ടതുണ്ട് എന്ന ഒരറിവ് ആണ് ഗുരു നമുക്ക് ഈ ശ്ലോകത്തിലൂടെ പ്രദാനം ചെയ്യുന്നത്. ഈ കടൽ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ഇരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുന്നത് കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഭൂമിയിലാണെങ്കിൽ കോടാനുകോടി ജീവജാലങ്ങൾ, ഇങ്ങനെ പലതായി വിരിഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തെ മുഴുവൻ ചേർത്ത് ഗുരു പറയുന്നു, ഇതാണ് ഞങ്ങൾ. ഈ ഞങ്ങൾ എല്ലാം എന്ന് പറയുന്ന മഹാപ്രപഞ്ചം എന്ന് പറയുന്ന ഏകത്വത്തിൽ കടലിൽ എങ്ങനെയാണോ തിരമാലകൾ, അതുപോലെ പല ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ പലതായിരിക്കുന്ന ജീവജാലങ്ങളിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഈ ജീവജാലങ്ങളെ മുഴുവൻ കോർത്തിണക്കിയിരിക്കുന്നത് ഒരു സാഗരമാണ് എന്നുള്ളത് ഞാൻ മറന്നു പോകുന്നു. ആ മറവി നമ്മളിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ തിരമാലകൾക്ക് കാരണമായ കാറ്റിനെ മായയോട് ഉപമിച്ചത്. അപ്പോൾ ഈ തിരമാല, നമ്മളൊരു കടലിൽ തിരമാല കാണുമ്പോൾ തിരമാല ജലമാണ് അല്ലെങ്കിൽ അത് കടൽ തന്നെയാണ് എന്ന് മറന്നുപോയി എന്നതാണ് നമ്മുടെ പ്രശ്നം. അല്ലെങ്കിൽ നമ്മളതിനെ കടലിനെ കാണാതെ പോയി, ജലത്തെ കാണാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു തിരമാല കാണുമ്പോൾ സാഗരത്തെ മറന്നു പോകാൻ കാരണമായത് കാറ്റ് ആയതുകൊണ്ട്, കാറ്റ് കാരണമാണ് തിരമാല ഉണ്ടായതുകൊണ്ട് ആ കാറ്റിനെ മായ എന്ന് വിളിച്ചു എന്ന് മാത്രം. ഉള്ളതിനെ ഉള്ളതുപോലെ കാണാതിരിക്കുന്നതിനെയാണ് മായ എന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ തിരമാല കാണുമ്പോൾ അത് ജലമാണെന്ന് നമ്മൾ മറന്നു പോയതുകൊണ്ട് മായ എന്ന് വിളിക്കുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ എല്ലാം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് പലതായി വിരിഞ്ഞിരിക്കുന്ന നാമരൂപാത്മകമായ ലോകങ്ങളിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ എല്ലാം എന്ന് പറയുന്നതിനെ മറന്നുപോയി പലത് ആയിരിക്കുന്നതിൽ നമ്മളായിപ്പോയി. അങ്ങനെ ഞങ്ങൾ, നിങ്ങൾ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതിന് കാരണമായ കാറ്റ് അല്ലെങ്കിൽ അറിവില്ലായ്മ എന്താണോ അതിനെ നമ്മൾ മായ എന്ന് വിളിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരു പറയുന്നത്, സൂക്ഷ്മമായി നോക്കിയാൽ ഈ പലതായിരിക്കുന്നതിനൊക്കെ കാരണമായിരിക്കുന്ന കാറ്റിനെ അവൻ്റെ മഹിമയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒന്നിനെ തന്നെ പലതായി വിരിയിപ്പിച്ച് സുന്ദരമായൊരു പ്രപഞ്ചത്തെയാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ ആ ഒരു അറിവ്, ആ ഒരു ഉണർവ് നമ്മുടെ മുമ്പിൽ ആവിഷ്കരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വൈവിധ്യത്തിലും വൈചിത്ര്യത്തിലും ആ ഏകതയുടെ സൗന്ദര്യത്തെയാണ് നമ്മൾ ദർശിക്കേണ്ടത്. അങ്ങനെ ദർശിക്കാൻ തുടങ്ങുമ്പോൾ ആ കാറ്റിനെ, തിരമാലകൾക്ക് കാരണമായ കാറ്റ് അവൻ്റെ മഹിമയായിട്ട് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. അത്രമാത്രം വൈവിധ്യങ്ങളുണ്ട്. നമ്മളൊരു കുറേ മണ്ണ് കുഴച്ച് അതിൽ നിന്ന് ഒരു കലമുണ്ടാക്കി, കുടമുണ്ടാക്കി, പാത്രങ്ങളുണ്ടാക്കി, കപ്പുണ്ടാക്കി, പലതുമായിട്ട് മെനഞ്ഞുണ്ടാക്കുമ്പോൾ ആ പലതായിരിക്കുന്നതെല്ലാം ഈ കളിമണ്ണിൽ നിന്ന് രൂപപ്പെട്ടു വന്ന മഹത്തായ കലാസൃഷ്ടികളായിട്ട് നമ്മൾ അനുഭവിക്കാറ്. ആ പലത് നമുക്ക് അസ്വസ്ഥതയല്ല ഉണ്ടാക്കുന്നത്. ഇപ്പം എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത് കളിമണ്ണ് തന്നെയാണെങ്കിലും ഈ പലതാക്കി മാറ്റുന്ന തിരമാലകളെ പോലെയാണ് പലത്. ഈ പലതായിട്ടിരിക്കുന്നതെല്ലാം ഈ കളിമണ്ണിൻ്റെ തന്നെ മഹിമയാണ്. അല്ലെങ്കിൽ ഈ കളിമണ്ണ് ഏതൊരു കുശവൻ്റെ കരവിരുതിലൂടെയാണ് രൂപപ്പെടുന്നത്. ആ കരവിരുതിനെ അവൻ്റെ മഹിമയായിട്ട് കരുതണം. ആ കരവിരുതാണ് കാറ്റ് എന്ന് പറയുന്നത്. അത് കടലിൽ കാറ്റ് തിരമാലകൾക്ക് കാരണമാകുന്നത് പോലെ ഈ ആകെ പ്രപഞ്ചത്തിൽ പല നാമരൂപങ്ങൾക്ക് കാരണമായിട്ടിരിക്കുന്ന മായ എന്ന് പറയുന്നത് സത്യത്തിൽ അവൻ്റെ മഹിമ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും. ഇവിടെ തിരയെ മായ എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ മായയായിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കടൽ തന്നെയാണ്, സാഗരം തന്നെയാണ്. അതിന് കാരണമായിരിക്കുന്ന കാറ്റ് ആയിട്ടിരിക്കുന്നത് അവൻ്റെ മഹിമയായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഇതിൽ ദൈവമായിട്ടിരിക്കുന്നത്, അറിവായിട്ടിരിക്കുന്നത് കടലിൻ്റെ ആഴമാണ്. അപ്പോൾ നമ്മൾ ഈ കടലിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ തിരമാലകളില്ല, അവിടെ യാതൊരു ചലനവുമില്ല, പരിപൂർണമായ നിശ്ചലത മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിപൂർണമായ നിശ്ചലതയിൽ നിന്നാണ് എല്ലാ ചലനങ്ങളും ഉണ്ടായി, തിരമാലകളും കാറ്റും എല്ലാം ഉണ്ടായി വരുന്നത് എന്നൊരു അറിവ് നമുക്കുണ്ടാവുക ഏതൊന്നിൻ്റെയും ആഴത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഉപരിതലങ്ങളിൽ മാത്രം
പ്രസരിച്ച് നിൽക്കുന്ന നമ്മുടെ ബോധത്തെ അതിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി ആ ആഴത്തിൽ നമ്മൾ മൗനാത്മകരായി ഇരിക്കുമ്പോഴാണ് പലതായി വിരിഞ്ഞിരിക്കുന്ന ലോകമെല്ലാം ദൈവത്തിൻ്റെ മഹിമയാണ് എന്നൊരറിവ് നമുക്കുണ്ടാവുക. ഈ ഒരു സമഗ്രമായ, അതായത് ഭാഗികമായ ഒരു ദർശനത്തിൽ നിന്നും സമഗ്രമായൊരു ദർശനത്തിലേക്ക് നമ്മളുടെ ബോധത്തെ ഉണർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി എഴുതിയിട്ടുള്ളൊരു ശ്ലോകമാണ് ഇത്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. പിന്നെ ഗുരു പറയുന്നു, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇപ്പോൾ നമ്മൾ ഏതൊന്ന് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മൾക്ക് ഞാനുണ്ട്, എൻ്റേതുണ്ട് എന്ന് പറയുന്നൊരു ഫീലുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെ പൊതുവെ അനുഭവിക്കുന്നത് ഞാൻ ഉണ്ട്, എനിക്ക് വെളിയിൽ വൈവിധ്യത്തോടും വൈചിത്രത്തോടും കൂടി വിടർന്നു നിൽക്കുന്ന ഒരു ലോകമുണ്ട്, ഈ ലോകത്തിന് മുഴുവൻ കാരണമായൊരു ദൈവമുണ്ട്. അപ്പം ഇങ്ങനെ പലതായിട്ടാണ് നമ്മൾ ആ ഊർജത്തെ അല്ലെങ്കിൽ ആ കാരുണ്യത്തെ, അറിവിനെ അനുഭവിക്കുന്നത്. ദൈവം വേറെ, സൃഷ്ടി വേറെ, സൃഷ്ടികൾക്ക് കാരണമായിരിക്കുന്നത് വേറെ, സൃഷ്ടികൾക്ക് സാമഗ്രിയായിരിക്കുന്നത് വേറെ, ഇങ്ങനെ പലതായിട്ടാണ് അനുഭവിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഒരു കളിമണ്ണിൽ നിന്ന് ഒരു കുശവൻ കുടമുണ്ടാക്കി എന്ന് കരുതുക. അപ്പോൾ ഒരു കളിമണ്ണ് തന്നെയാണ് കുടമായിട്ടിരിക്കുന്നത്. ഈ കളിമണ്ണിലിരിക്കുന്ന മണ്ണൊക്കെ തന്നെയാണ് നമ്മളുമായിട്ടിരിക്കുന്നത്. ഈ പഞ്ചഭൂതാത്മകതയിൽ നിന്നാണ് മനുഷ്യൻ്റെ ശരീരം ഉണ്ടായിട്ടുള്ളത്. അതേ പഞ്ചഭൂതാത്മകത തന്നെയാണ് കളിമണ്ണായിട്ടിരിക്കുന്നത്. അതേ പഞ്ചഭൂതാത്മകത തന്നെയാണ് കളിമണ്ണിൽ നിന്നുണ്ടാകുന്ന കുടമായിട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ ബുദ്ധിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ വേറെയാണെന്നും കളിമണ്ണ് വേറെയാണെന്നും കളിമണ്ണിൽ നിന്നുണ്ടായ കലം വേറെയാണെന്നും തോന്നും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇതിനൊക്കെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവും ഉണ്ടെന്നും നമുക്ക് തോന്നും. അപ്പോൾ ഇത് സ്ഥൂലമായിട്ട് നോക്കുമ്പോൾ, ബാഹ്യമായിട്ട് നോക്കുമ്പോൾ സൃഷ്ടാവും സൃഷ്ടിയും സൃഷ്ടിജാലങ്ങളുമെല്ലാം വേറെ 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 ആയിട്ടിരിക്കുന്നത് നമുക്ക് തോന്നും. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ തിരമാലകളിൽ നിന്നും കടലിൻ്റെ ഉപരിതലത്തിൽ നിന്നും കുറച്ചും കൂടി ആഴത്തിലേക്ക്, സൂക്ഷ്മത്തിലേക്ക് ഒരാൾ ധ്യാന നിമീലിതരാകുമ്പോൾ, കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ അറിയുമ്പോൾ, മണ്ണിൽ നിന്ന് അന്യമായിട്ട് കലം ഇരിക്കുന്നില്ല എന്നും കലത്തിൽ നിന്ന് അന്യമായിട്ട് മണ്ണിരിക്കുന്നില്ല എന്നും കലത്തിൽ നിന്നും കളിമണ്ണിൽ നിന്നും അന്യമായിട്ട് ഞാനിരിക്കുന്നില്ല എന്നുമുള്ളൊരറിവ് നമുക്കുണ്ടാവും. അപ്പോൾ സൃഷ്ടാവ്, സൃഷ്ടിജാലങ്ങൾ എന്നൊക്കെ പറയുന്നതെല്ലാം ഒരേ പൊരുൾ തന്നെ പലതായി വിരിഞ്ഞിരിക്കുന്നതാണ് എന്നൊരറിവിലേക്ക് നമ്മളുടെ സൂക്ഷ്മമായ അറിവ് വിടർന്നു വരും. തൂണിലും തുരുമ്പിലും എല്ലാം നിറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെയാണ് എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ദൈവം ഇരിക്കുന്നത് നിൻ്റെ ഹൃദയത്തിലാണ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിനോട് ചേർന്നിരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് എല്ലാം ഒന്നാണെന്ന് തോന്നാറ്. ബുദ്ധി പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴാണ് എല്ലാം പലതായിട്ട് മാറാറ്. നമുക്കൊരു സ്നേഹം വരുന്നു നമ്മുടെ ഉള്ളിൽ. ഇപ്പോൾ നമ്മളൊരു നല്ലൊരു പാട്ട് കേട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു കാഴ്ച കാണുന്നു. നല്ലൊരു പാട്ട് കേൾക്കുകയോ നല്ലൊരു കാഴ്ച കാണുകയോ ചെയ്താൽ നമ്മളുടെ ഹൃദയത്തിലൊരു നിറവുണ്ടാകും. ഹൃദയത്തിൽ നിറവുണ്ടാകുമ്പോൾ, ഹൃദയത്തിലൊരു ഉണർവുണ്ടാകുമ്പോൾ നമുക്ക് എന്നെപ്പോലെ തന്നെയാണെന്നുള്ളൊരു ഫീലുണ്ടാവും. അപ്പോൾ ഞാൻ ആ സമയത്ത് ഭക്ഷണം കഴിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ ചുറ്റുപാടുകളിലേക്കും അന്നം വിതരണം ചെയ്യാൻ തോന്നും. എവിടെയൊക്കെ കുറവുകളുണ്ടോ അവിടെയൊക്കെ നമുക്ക് പോയിട്ട് നികത്തി കൊടുക്കാൻ തോന്നും. അപ്പം കരുണയുള്ള ഒരാൾക്കാണ് തൻ്റെ ചുറ്റുപാടുകളിലേക്ക് കരുണ പ്രസരിക്കുന്നതും തന്നിൽ നിന്ന് അന്യമല്ലാതെ ഇരിക്കുന്നതാണ് സർവവും എന്നൊരു ഫീലുണ്ടാവുക. ഉള്ളിൽ കരുണയില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഉണർവോ നനവോ ഇല്ലാത്ത ഒരാൾക്ക് എല്ലാം തന്നിൽ നിന്ന് അന്യമാക്കി നിർത്താനാണ് തോന്നുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹൃദയത്തിൽ നിമീലിതമായി പോകുന്ന ഒരറിവിന്, അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ഉണരുന്ന ഒരു ബോധത്തിന് മാത്രമേ
സ്രഷ്ടാവും സൃഷ്ടിയും സൃഷ്ടിജാലങ്ങളും സൃഷ്ടിക്ക് സാമഗ്രിയായിരിക്കുന്നതുമെല്ലാം വേറെ വേറെയല്ല, എല്ലാം ഏകമായിരിക്കുന്നു എന്നൊരറിവുണ്ടാകും. അപ്പോൾ ഇതൊരു ബുദ്ധിപരമായിട്ട് അറിയേണ്ട ഒരു അറിവല്ല, ഇതൊരു അനുഭവമായി തീരേണ്ട അറിവാണ്. ആ അനുഭവത്തിലേക്ക് നമ്മൾ ഉണർത്തുന്ന ഒരു സൗന്ദര്യബോധമാണ് നമ്മളുടെ ഉള്ളിലുണ്ടാവേണ്ടത്. ഒരു ദൈവബോധം എന്ന് പറയുന്നത് ഒരു സൗന്ദര്യബോധമാണ്. അതിന് നമ്മുടെ ഹൃദയം തുറന്നു കിട്ടുക എന്ന വഴിയിലൂടെ മാത്രമേ നമുക്ക് പലതായിരിക്കുന്നതിൻ്റെയൊക്കെ പിന്നിലിരിക്കുന്ന ഏകതയിലേക്ക് നമ്മുടെ ആന്തരികതയെ ഉണർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. അടുത്ത ശ്ലോകം ഇങ്ങനെയാണ്: നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഞാൻ ഈ ശ്ലോകൻ്റെ ഉള്ളിൽ വരുമ്പോഴൊക്കെ എപ്പോഴും ഉള്ളിൽ നിറയെ കേദാർനാഥിലെ യാത്രയാണ്. ഞങ്ങളിങ്ങനെ ഞാനും ഗായത്രിയും കൂടിയാണ് ഹിമാലയത്തിൽ പോയത്. അപ്പോൾ യമുനോത്രിയിൽ പോയി, പിന്നെ ഗംഗോത്രിയിൽ പോയി. അങ്ങനെ ഗംഗോത്രിയിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ കേദാർനാഥിലേക്ക് പോകുന്നു. അപ്പോൾ ഹിമാലയത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൂടെ കടന്നു പോയിട്ട് വളരെ ധന്യമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഗംഗോത്രിയിലേക്ക് പോകുന്നത്, കേദാർനാഥിലേക്ക് പോകുന്നത്. 14 കിലോമീറ്റർ കയറിയിട്ട് വേണം കേദാർനാഥിലെത്താൻ. വളരെ കഷ്ടപ്പെട്ട്, അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേദാർനാഥിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരു കുളിക്കാതെ പ്രാകൃതമായ വേഷമൊക്കെ ധരിച്ച് നടക്കുന്ന ഒരാളെ പെട്ടെന്ന് ഏതോ ഒരു കടയിൽ നിന്ന് ഒരാൾ ചെരുപ്പെടുത്ത് തലയ്ക്ക് എറിയുന്നു. അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ച് ആളെ പരിഹസിക്കുന്നു. അപ്പോൾ ഈ ശുദ്ധമായ മനസ്സോടുകൂടി ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഏത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കണ്ടാലും ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാവും. പിന്നെ മാത്രമല്ല, അപ്പോഴേക്കും ഒരാൾ കടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആളെ പിന്നിലൊരു ചവിട്ടും. അപ്പോൾ ഒരു നിസ്സഹായനായ ഒരു മനുഷ്യനെ ഇത്രയും ആളുകൾ ചേർന്ന് പരിഹസിക്കുക, ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സാകെ തകർന്നു പോയി. ഞാൻ ഗായത്രിയോട് പറഞ്ഞു, എനിക്കിനി ഒന്നും കാണണ്ട, നമുക്ക് തിരിച്ചു പോകാം, മുറിയിലേക്ക് പോയിട്ടിരിക്കാം, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇങ്ങനത്തെ ഒരു ക്രൂരമായ മനുഷ്യർ ജീവിക്കുന്നൊരു സ്ഥലത്ത് നിന്നിട്ട് എനിക്ക് ഹിമാലയവും കാണണ്ട, ഒന്നും കാണണ്ട, പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗായത്രി ചിരിച്ചു. അത് സാറിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും, നീ വാ, നമുക്ക് എന്തായാലും അമ്പലത്തിലൊക്കെ ഒന്ന് പോയി അവിടെ ഒന്ന് പോയിട്ട് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ വളരെ മനസ്സ് ചളിച്ച് വിഷമിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുന്നത്. ഞാൻ വളരെ അസ്വസ്ഥനാണ്, എനിക്കൊന്നും കാണണമെന്നില്ല, ആരെയും കേൾക്കണമെന്നില്ല, എങ്ങനെയെങ്കിലും മുറിയിലെത്തിയാൽ മതി, പെട്ടെന്ന് രാവിലെ എണീറ്റ് തിരിച്ച് പോയാൽ മതി എന്നൊരു ഫീലിംഗാണ് ആകെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ നല്ല മെല്ലെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ മഞ്ഞ് വന്ന് മൂടിക്കെടുക്കുകയാണ്, ഒന്നും കാണുന്നില്ല, ഒരു 10 അടി മുമ്പിലേക്കൊന്നും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയി അമ്പലത്തിൻ്റെ സൈഡിലെത്തി. അമ്പലത്തിൻ്റെ സൈഡിൽ പെട്ടെന്നൊരു കാറ്റങ്ങ് വന്ന് ആ മൂടൽമഞ്ഞിനെ മുഴുവൻ മാറ്റി നോക്കുമ്പോൾ തൊട്ട മുൻപിൽ ഒരു ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന വെള്ളി നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന ഹിമാലയമാണ് പിന്നെ കാണുന്നത്. അത് അന്ന് വരെ ഞാൻ അത്രയും മനോഹരമായൊരു കാഴ്ച കണ്ടിട്ടില്ല, അതും അപ്രതീക്ഷിതമാണ്. അങ്ങനെ പൂർണ്ണമായൊരു മൗനത്തിലേക്ക് അങ്ങ് ആഴ്ന്നു പോയി. ആ സമയത്ത് ധന്യത കൊണ്ട് ഉള്ളു നിറഞ്ഞ് കവിഞ്ഞൊരു നിമിഷമായിരുന്നു. പിന്നെ ഞങ്ങളോട് പിന്നെ ഒന്നും കാണുന്നില്ല. പിന്നെ ആ ഒരു കാഴ്ച തന്ന ഒരു ധന്യതയെ ഹൃദയത്തിൽ നിറച്ച് ഞാൻ വെറുതെ നിന്നപ്പോൾ ഈ ശ്ലോകമാണ് എൻ്റെ ഉള്ളിൽ വന്നത്. ഈ ദൈവദശകം ഞാൻ എന്നും ചൊല്ലുന്നൊരു കൃതിയാണ് ദൈവദശകം. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഞാൻ കേദാർനാഥിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു കാഴ്ച കാണുന്നു. എനിക്ക് അസുഖമുണ്ടാക്കുന്ന, എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കണ്ട ഉടൻ എൻ്റെ ബോധത്തിലൊരു മായ വന്ന് മൂടിയതുപോലെയായി, ഒരു ഇരുട്ട് വന്ന് മൂടി. എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് എനിക്കിനി ജീവിതം വേണ്ട, ഇവിടെ നിൽക്കുകയും വേണ്ട, ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ മനസ്സ് ചലിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മായ വന്നു മൂടി. അവിടെ ഒരു മായാവി ഇരുന്ന് എൻ്റെ മനസ്സിനിട്ട് കളിപ്പിക്കാൻ തുടങ്ങി. കളിപ്പിച്ച് എന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാനാണ് തീരുമാനിക്കുന്നത്, ഒരു മായാവിനോദനായിട്ട് വന്നിട്ട്. പിന്നെ എന്തോ നിർബന്ധിതം കൊണ്ട്, ഗായത്രിയുടെ ഒരു പ്രചോദനം കൊണ്ട് ഞാൻ മുമ്പോട്ടേക്ക് നടക്കുന്നു. ആ മായയ്ക്ക് വശംവദനാവാതെ
എൻ്റെ മനസ്സിനൊരു അസ്വസ്ഥത വന്ന് മൂടിയപ്പോൾ ആ അസ്വസ്ഥതയിൽ ഇനി ഞാൻ എൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കിയേക്കാമെന്നൊന്നും കരുതാതെ ഞാൻ മെല്ലെ ആ മായയെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് തൊട്ട് മുമ്പുണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥതകളെയും മാറ്റിയിട്ട് ഒരു കാറ്റ് വന്ന് ആ കാർമേഘത്തെ മാറ്റി ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എൻ്റെ മുമ്പിലുണ്ടാകുന്നത്. അവിടെ ഞാൻ ആ മായ നീങ്ങി അവിടെ ഒരു സായുജ്യം അനുഭവിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചത് എൻ്റെ മനസ്സിൽ തന്നെയാണ്. അപ്പം എൻ്റെ മനസ്സിൽ പ്രത്യാശയോടുകൂടി ഹിമാലയം കാണാൻ വേണ്ടി മുകളിലേക്ക് കയറിപ്പോയത് എൻ്റെ മനസ്സാണ്. അവിടെ ഒരു ചെറിയ കാഴ്ച കണ്ടപ്പോൾ ഇനി എനിക്കൊന്നും കാണണ്ട, ജീവിതം നിരാശയാണ്, ഒരു പ്രത്യാശയ്ക്കും സാധ്യതയില്ല എന്ന് തീരുമാനിച്ചത് എൻ്റെ മനസ്സാണ്. ഗായത്രി ഇല്ല, സാരമില്ല, നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് പറയുമ്പോൾ ആ കുറച്ച് ഒരു താല്പര്യത്തോടു കൂടി മുമ്പോട്ട് നീങ്ങിയതും എൻ്റെ മനസ്സാണ്. അവിടെ ഒരു ഹിമാലയം അതിമനോഹരമായി വെള്ളിയിൽ വാർത്തെടുത്ത ഹിമാലയ പർവ്വതം നോക്കി നിന്നപ്പോൾ ഇതെല്ലാം അകന്നുപോയി. അവിടെ എൻ്റെ പ്രത്യാശയും ആഴത്തിലുള്ള ഉണർവും ഒരു സൗന്ദര്യാനുഭൂതിയും എനിക്ക് പ്രദാനം ചെയ്തതും എൻ്റെ മനസ്സ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കാത്തിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, നമുക്കൊരു ജീവിതത്തിലൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആ അസ്വസ്ഥത നമ്മളെ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോഴുമൊക്കെ നമ്മൾ കുറച്ച് സമയം കാത്തിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എല്ലാ മായയും മാറി അവിടെ സായുജ്യം അല്ലെങ്കിൽ ധന്യത വന്ന് നിറയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതറിയുമ്പോഴാണ് ഈ അസ്വസ്ഥതയായിട്ട് വരുന്നതും അസ്വസ്ഥത കൊണ്ട് നമ്മളായിട്ട് അമ്മാനമാടുന്നതിന് കാരണമായിരിക്കുന്നതും അതെല്ലാം മാറ്റി സായുജ്യം നൽകുന്നതുമെല്ലാം ഒരേ പൊരുൾ തന്നെയാണ്, ഒരേ വെളിച്ചം തന്നെയാണ് എന്നൊരറിവിലേക്ക് നമ്മൾ ഉണരുക. അവിടെ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും, കാത്തിരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവും. ഈ ഒരു ശ്ലോകം എനിക്കൊരുപാട് തരത്തിൽ ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ടാകുമ്പോഴും വെയിറ്റ് ചെയ്യാനുള്ള, ഇപ്പം നമ്മളുടെ തന്നെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, ഇനി ഒരിക്കലും ഈ ദുഃഖത്തിൽ നിന്ന് ഞാൻ പുറത്തു വരില്ല എന്ന് ഉറപ്പിച്ച എത്രയോ ദുഃഖങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആ ദുഃഖങ്ങളിൽ നിന്നൊക്കെ നമ്മുടേതായ പരിശ്രമമില്ലാതെ തന്നെ നമ്മൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ധന്യതയോടെയും സന്തോഷത്തോടെയും ജീവിച്ചിട്ടുണ്ട്. എന്നാൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ വീണ്ടും ദുഃഖങ്ങൾ വരാറുണ്ട്. ഒരു ദുഃഖവും ഒരു സന്തോഷവും സ്ഥായിയായിട്ട് സ്ഥിരമായിട്ട് നമ്മളിൽ നിലനിന്നിട്ടില്ല. അപ്പോൾ എല്ലാം വന്ന് നിലനിന്ന് ഇല്ലാതായി പോകും എന്നത് പ്രകൃതിയിലെ നിയമമാണെന്നറിഞ്ഞ് ഉണ്ടായി നിലനിന്ന് ഇല്ലാതായി പോകുന്ന എല്ലാ അനുഭവങ്ങളെയും ഒരേ മനസ്സോടെ എല്ലാം ദൈവത്തിൻ്റെ ലീലകളാണ് എന്നൊരറിവോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു ഉണർവ് ആണ് ഈ ശ്ലോകം തരുന്നത്. അപ്പോൾ ഇത് ജീവിതത്തെ അതിൻ്റെ ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കാനാണ് ഗുരു സഹായിക്കുന്നത്. ഒരു അറിവ് തന്നെയാണ് ഗുരു നമുക്ക് തരുന്നത് ഇവിടെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അല്ലാതെ എന്തെങ്കിലും ഒരു അർത്ഥനയല്ല ഇവിടെയും നമ്മൾ നടത്തുന്നത്. അപ്പം മായയായിരിക്കുന്നതും മായാവിയായിരിക്കുന്നതും വിനോദനായിട്ടിരിക്കുന്നതും മായയെ നീക്കി സായുജ്യം നൽകുന്നതും ദൈവം തന്നെയാണ്, അറിവ് തന്നെയാണ്, വെളിച്ചം തന്നെയാണെന്നറിഞ്ഞ് എല്ലാ അനുഭവങ്ങളിലും പ്രസരിക്കുന്ന ദൈവീകതയെ, ധന്യതയെ പൂർണ്ണ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുക, ജീവിതത്തെ പൂർണ്ണമായും ജീവിതമായി കണ്ട് സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരറിവിലേക്ക് ഉണർത്താൻ സഹായിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണിത്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും.